MTയുടെ മനോരഥങ്ങളിലെ രണ്ടാമത്തെ അധ്യായം രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ്. കഥയെ ആരംഭിക്കുന്നത് പ്രശസ്തനായ ജേർണലിസ്റ്റ് PK വേണുഗോപാലിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ജേർണലിസ്റ്റുകളുടെ ഒരു കോൺഫറൻസിനായി വേണുവന്ന് ശ്രീലങ്കയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ലോകം ഒട്ടുക്കും ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് വേണുഗോപാൽ. പക്ഷേ ശ്രീലങ്കയിലേക്ക് വേണു അത് ആദ്യമായിരുന്നു. വേണുവിന് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. വർഷം 1994 ശ്രീലങ്ക എയർപോർട്ടിൽ വേണു വന്നിറങ്ങുമ്പോൾ പിക്ക് ചെയ്യാൻ ആളെത്തിയിരുന്നില്ല. കുറച്ച് വെയിറ്റ് ചെയ്തതും വേണുവിനെ പിക്ക് ചെയ്യാൻ ആതിഥേയൻ ആഷ്ലി എത്തി. പോകുന്ന യാത്രാമധ്യേ 4 മണിക്കാണ് പ്രോഗ്രാം എന്ന കാര്യമൊക്കെ ആഷ്ലി വേണുഗോപാലിനോട് പറഞ്ഞു. ഇവിടെ നിന്ന് കടുകണ്ണാവയ്ക്ക് എത്ര ദൂരമുണ്ട് എന്നായിരുന്നു വേണുഗോപാലിന്റെ മറുചോദ്യം. 89 കിലോമീറ്ററോളം ഉണ്ടാകും എന്നയാൾ മറുപടി പറഞ്ഞു. എന്താ സാറെന്ന് ആഷ്ലി എടുത്തു ചോദിച്ചപ്പോ വേണു ഒന്ന് നിശബ്ദനായി. വേണുവിന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു. വേണുവിന്റെ കുട്ടിക്കാലം. ആ കാലത്ത് വേണുവിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് കടുകണ്ണാവയിലായിരുന്നു. തന്റെ സഹോദരങ്ങളിൽ നിന്നുമാണ് കടുകണ്ണാവ എന്ന പേര് വേണു ആദ്യം കേൾക്കുന്നത്. കോൺഫറൻസ് ഒക്കെ ഭംഗിയായി നടന്നു. വേണുവിന്റെ പേപ്പർ പ്രസന്റേഷനും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രാത്രിയിൽ ആരോടൊക്കെയോ വേണു ഫോണിൽ സംസാരിച്ചു. ശ്രീലങ്കൻ ആഭ്യന്തര കലാപം അരങ്ങേറുന്ന സമയമാണ്. പ്രധാന കലാപം ജാഫ്നയിലാണെന്നും ഇപ്പോൾ ഉള്ളയിടത്ത് പ്രശ്നമൊന്നുമില്ല എന്നും വേണു പറയുന്നുമുണ്ട്. അടുത്ത ദിവസം ആഷ്ലിക്കൊപ്പം വേണു കടുകണ്ണാവയിലേക്ക് പുറപ്പെടുന്നു. ആഷ്ലിക്ക് കൗതുകം തോന്നാതിരുന്നില്ല. സാധാരണ വരുന്ന മാധ്യമപ്രവർത്തകർ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെയാണ് പോവാറുള്ളത്. വേണു ചോദിച്ചിരിക്കുന്നത് ചെറിയ ടൗണായ കടുകണ്ണാവയാണ്. എന്താണ് അതിന് കാരണം? ആഷ്ലി ചോദിച്ചു. എന്റെ അച്ഛൻ ഒരുപാട് കാലം അവിടെ ജോലി നോക്കിയിരുന്നു എന്നായിരുന്നു വേണുവിന്റെ മറുപടി. ആഷ്ലിക്ക് തെല്ലതിശയം തോന്നി. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു റിലേറ്റീവിനെ കാണാൻ കൂടിയാണ് എന്ന് വേണു കൂട്ടിച്ചേർത്തു. റിലേറ്റീവ് എന്ന് പറയുമ്പോ എത്തരത്തിലുള്ള റിലേറ്റീവാണ് സാർ എന്നായി ആഷ്ലിയുടെ മറുചോദ്യം. വേണുവിന്റെ ഓർമ്മകൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു. വേണുവിന്റെ കുട്ടിക്കാലത്ത് സിലോണിൽ നിന്നും ഇടയ്ക്കുള്ള അവധിക്കാലത്ത് അച്ഛൻ തറവാട്ടിലേക്ക് എത്തുമായിരുന്നു. അമ്മ വീട്ടിലാണ് വേണുവും കുടുംബവും താമസിക്കുന്നത്. ആഭ്യന്തര കലാപമൊക്കെ നടക്കുന്ന ആ കാലത്ത് അച്ഛനൊരിക്കൽ വീട്ടിലേക്ക് വന്നു. അന്ന് വന്നപ്പോൾ അച്ഛനൊപ്പം ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു. വേണുവിന്റെ അമ്മയുടെ മുഖം, അതായത് അമ്മാളുവിന്റെ മുഖം വലിയ പ്രസന്നമൊന്നുമായിരുന്നില്ല. തറവാട്ടിലെ ആർക്കും തന്നെ ആ കുട്ടിയോട് വലിയ കാര്യം തോന്നിയില്ല എന്ന് വേണം പറയാൻ. അച്ഛനൊപ്പം വന്ന് ആ കുട്ടി കസേരമേലിരുന്നു. ആ കുട്ടി ആരാണ് എന്നച്ഛനൊരു വിശദീകരണവും കൊടുത്തു. ഞാൻ താമസിക്കുന്ന എന്റെ അടുത്തുള്ള കുട്ടിയാ. ഇവളുടെ അമ്മ അസുഖം വന്ന് മരിച്ചുപോയി. കുറച്ചു ദിവസം മുമ്പ് ബോംബ് വീണ് അച്ഛനും മരിച്ചുപോയി. അവിടുത്തെ ആൾക്കാരൊക്കെ ചേർന്ന് ഈ കുട്ടിയെ എന്റെ അടുത്ത് കൊണ്ടാക്കി. ഒരു പെൺകുട്ടിയല്ലേ, എങ്ങനെ അവിടെ തനിച്ചാക്കിയിട്ട് പോരുന്നേ? അതുകൊണ്ട് കൂടെ കൂട്ടിയതാ. വേണു കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആരുടെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടായിരുന്നില്ല. അമ്മാളുവിന്റെ മുഖത്ത് രോഷം പ്രകടമായിരുന്നു. യാത്ര ചെയ്യുകയായിരുന്ന വേണു ഓർമ്മകളിൽ നിന്നുണർന്ന് ആഷ്ലിക്ക് മറുപടി കൊടുത്തു. എന്റെ സഹോദരിയാണ് ലീല എന്നാണ് അവളുടെ പേര്. വീണ്ടും വേണുവിന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് തിരിഞ്ഞു. പെൺകുട്ടിയുമായി അച്ഛൻ വന്നതു മുതൽ ചെറിയമ്മയും തറവാട്ടിലെ മറ്റുള്ളവരും അച്ഛനെതിരെ ഒളിഞ്ഞും പാത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു. ലീല അച്ഛന്റെ മകൾ തന്നെയാണ്. അച്ഛന് ശ്രീലങ്കയിൽ അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെയായിരുന്നു അത്. പല രീതിയിൽ പലതരത്തിൽ നിന്നുള്ള സംസാരങ്ങൾ വേണുവും ഒളിഞ്ഞും മറിഞ്ഞും കേൾക്കുന്നുണ്ട്. അച്ഛനെന്ന് പറഞ്ഞാൽ വേണുവിന് ജീവനായിരുന്നു. അച്ഛന്റെ ഊരിയിട്ട കോട്ടിലും വസ്ത്രത്തിലും ഒക്കെയായി അച്ഛന്റെ മണം പിടിക്കാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് ടേബിളിലുള്ള ഹെയർ ജെൽ അവൻ കാണുന്നത്. അതെന്താണെന്നറിയാൻ അവൻ കയ്യിലെടുത്തു നോക്കി. ലീല അങ്ങോട്ടേക്ക് കയറി വന്നു. പെട്ടെന്നവൻ അതെടുത്ത് മേശമേൽ തേച്ചു. ലീല അവനെ കളിയാക്കി ചിരിച്ചു. അത് മേശമേ പുരട്ടുന്നതല്ല, തലയെ പുരട്ടുന്നതാ, ഇംഗ്ലീഷിൽ അവൾ പറഞ്ഞു. പാവം വേണുവിന് ഇംഗ്ലീഷ് എവിടെ നിന്നറിയാനാണ് അവന് മനസ്സിലായതേയില്ല. ലീല തന്നെ കളിയാക്കുന്നു എന്നു മാത്രം മനസ്സിലായ വേണു അവളെ കൊന്നനം കുത്തി. പിറ്റേന്ന് ലീല തന്റെ പൂട്ടിവെക്കുന്ന പെട്ടി തുറന്ന് അതിലെ തനിക്കേറെ പ്രിയപ്പെട്ട മൂങ്ങയുടെ കളിപ്പാട്ടമെടുത്തു നോക്കി. അതിനെ ഒന്ന് ചേർത്ത് പിടിച്ച ശേഷം അവളത് തിരികെ ആ പെട്ടിയിലടച്ചു വെച്ചു. വേണു ഇത് മറന്നു നിന്ന് നോക്കിക്കണ്ടിരുന്നു. പെട്ടി പൂട്ടി താക്കോലെടുത്ത് ലീല കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം അമ്മാളു തന്റെ ഭർത്താവിനോട് ശ്രീലങ്കയിലെ ബന്ധത്തെപ്പറ്റി ചോദ്യം ചെയ്തു. അങ്ങനൊന്നുമില്ലെന്നായിരുന്നു വേണുവിന്റെ അച്ഛൻ അമ്മാളുവിനോട് പറഞ്ഞത്. കുറച്ച് നാട്ടുകാർ കൂടി വന്നതോടെ ആ ചോദ്യം ചെയ്യൽ അവിടെ നിന്നു. ഇതേ സമയം വേണുവും ലീലയും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. തുമ്പിയെ പിടിച്ചും ഒന്നിച്ചു കളിച്ചും അവർ അടുത്ത കൂട്ടുകാരായി മാറി. അന്ന് രാത്രിയിൽ അമ്മാളു വീണ്ടും തന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്തു. അങ്ങനൊന്നുമില്ല, നീ ഈ ആളുകൾ പറയുന്ന കേക്കണ്ട എന്ന മട്ടിലായിരുന്നു അച്ഛൻ മറുപടി പറഞ്ഞത്. പക്ഷേ അമ്മാളു ധൈര്യത്തോടെ അച്ഛനെ ചോദ്യം ചെയ്തു. കാര്യം, അമ്മാളുവിന്റെ സഹോദരൻ മാധവൻ ശ്രീലങ്കയിൽ അച്ഛനൊപ്പമാണ് ജോലി നോക്കുന്നത്. മാധവൻ തനിക്ക് എഴുതിയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അമ്മാളുവിന്റെ ചോദ്യം ചെയ്യൽ. പക്ഷേ വേണുവിന്റെ അച്ഛൻ അത് തീർത്തും അങ്ങനല്ല എന്ന മട്ടിൽ അമ്മാളുവിനോട് തറപ്പിച്ചു പറഞ്ഞു. ഒരു ജോലിയും കൂലിയുമില്ലാതെ നടന്ന മാധവനെ ശ്രീലങ്കയെ കൊണ്ടുപോയി
കൊണ്ടുപോയി ജോലി വാങ്ങിക്കൊടുത്തത് ഞാനാ, എന്നിട്ട് അവൻ തന്നെ എന്നെ പുറകീന്ന് കുത്തണം എന്ന മട്ടിൽ അച്ഛൻ രോഷത്തോടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ റൂമിന് പുറത്തുനിന്ന് വേണു വന്ന് കേൾക്കുന്നുമുണ്ട്. അടുത്ത ദിവസം വേണുവിന്റെ അച്ഛനും ലീലയും വീട് വിട്ടു പോവാൻ ഒരുങ്ങുകയായിരുന്നു. ലീല തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തു. വേണു ദുഃഖത്തോടെ ലീല പോകുന്നത് നോക്കി നിന്നു. ലീലയ്ക്കും വേണുവിന്റെ ദുഃഖത്തിൽ സങ്കടം തോന്നിയിരുന്നു. ലീല തനിക്കേറെ പ്രിയപ്പെട്ട മൂങ്ങയുടെ കളിപ്പാട്ടം വേണുവിനൊരു ഗിഫ്റ്റായി കൊടുത്തു. അച്ഛനും ലീലയും അന്ന് അവിടെ നിന്ന് നേരെ പോയത് അച്ഛന്റെ തറവാട്ടിലേക്കായിരുന്നു. അന്ന് വേണുവിനോടും കൂടെ പോരുന്നോ എന്നച്ഛൻ ചോദിച്ചതാണ്. പക്ഷേ അമ്മാളു അതിന് സമ്മതിച്ചില്ല. കുട്ടിക്ക് സ്കൂളിൽ പോവാനുണ്ട് എന്ന് രോഷത്തോടെ പറഞ്ഞു. പിന്നാലെ അമ്മാളു അവിടുത്തെ ജോലിക്കാരോട് അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ പ്രത്യേകം പറയുന്നുമുണ്ട്. ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്ന് വേണു ആഷ്ലിക്കടുത്ത് വണ്ടി നിർത്തുവാനും കുറച്ച് സ്വീറ്റ് വാങ്ങണം, തങ്ങളുടെ നാട്ടിലൊക്കെ ബന്ധുവീട്ടിൽ പോകുമ്പോ സ്വീറ്റ് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. ആഷ്ലി വേണുവിനായി സ്വീറ്റ് വാങ്ങാൻ പുറപ്പെട്ടു. ഇറങ്ങി വരുമ്പോൾ പത്രത്തിൽ വന്ന വേണുവിന്റെ വാർത്തയടക്കമുള്ള കാര്യങ്ങൾ ആഷ്ലി വേണുവിന് കൊടുത്തു. തുടർന്നുള്ള യാത്രയിലും യാത്രയ്ക്ക് മുമ്പുള്ള ഒരു കാര്യം വേണുവിന്റെ ഓർമ്മയിലേക്ക് വന്നു. ശ്രീലങ്കൻ യാത്രയ്ക്ക് മുമ്പ് അമ്മാളു കൊടുത്ത ആ പഴയ ഗിഫ്റ്റ് വേണു തട്ടിമ്പുറത്ത് തിരയുകയായിരുന്നു. ചെറിയമ്മ അവിടെ ഉണ്ടായിരുന്നു. വേണുവിന്റെ അച്ഛന്റെ മോളാണെന്നല്ലേ ലീലയെപ്പറ്റി ഏവരും പറഞ്ഞിരുന്നത്. അന്ന് പോയതിനു ശേഷം അവളെ കണ്ടിട്ടേയില്ല. വേണു ശ്രീലങ്കയ്ക്കാണല്ലോ പോകുന്നത്, പറ്റിയ ഒന്ന് പോയി കാണണം, നിന്റെ കൂടപ്പിറപ്പല്ലേ എന്നായിരുന്നു ചെറിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. വേണുവും പാതി മനസ്സോടെ തലകുലുക്കുന്നുണ്ട്. അങ്ങനാണ് വേണു ഇപ്പോൾ കടുകണ്ണാവയ്ക്ക് ലീലയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അഡ്രസ്സോ ഒന്നും തന്നെ അറിവില്ല. യാത്രയ്ക്കൊടുവിൽ വേണുവും ആഷ്ലിയും കടുകണ്ണാവയിലേക്ക് എത്തിച്ചേർന്നു. അന്വേഷിച്ചൊടുവിൽ പണ്ട് മലയാളികൾ താമസിച്ചിരുന്ന ഇടത്തേക്കും കൊച്ചിയൻസ് എന്ന പേരിലായിരുന്നു മലയാളികളെ അവിടെ വിളിച്ചിരുന്നത്. ഒരു മരണ വീടും താണ്ടി ആഷ്ലിയും വേണുവും മുമ്പോട്ട് നടന്നു. തൊട്ടപ്പുറത്തുള്ള വീട്ടിലാവാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആഷ്ലി പറഞ്ഞത്. പോകുന്ന വഴിക്ക് ആ വീടിന് മുമ്പിലുള്ള കുളത്തോട് ചേർന്ന് ഭക്ഷണത്തിനായി കുളവാഴ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പയ്യനെ വേണുവും ആഷ്ലിയും കണ്ടു. ആഷ്ലി ആ പയ്യനോട് ലീലയെപ്പറ്റി ചോദിച്ചു സംസാരിച്ചു. ലീലയുടെ വീടല്ലേ അത്, ഇയാള് ലീലയുടെ സഹോദരനാണ്, കേരളത്തിൽ നിന്ന് വന്നതാ എന്നൊക്കെ ആഷ്ലി സിംഹള ഭാഷയിൽ ആ പയ്യനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ വലിയ രീതിയിൽ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. കൊച്ചിയൻസ് ഒക്കെയും വഞ്ചകരാണ് എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് ആ പയ്യൻ അവിടെ നിന്ന് നടന്നുപോയി. ആ പയ്യൻ ലീലയുടെ മകനാണ് എന്നൊരു സൂചനയും ലഭിച്ചിരുന്നു. ലീല ഇവിടില്ല, കൊച്ചിക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞായിരുന്നു ആ പയ്യൻ നടന്നുപോയത്. ആഷ്ലി അതാണ് വീടെന്ന് പറഞ്ഞ് വേണുവിന് കാണിച്ചു കൊടുത്തു. വേണു ആ വീടിന് മുമ്പിലേക്ക് നടന്നു ചെന്നു. ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുന്ന ഒരു പഴയ വീട്. വീടിനകത്തേക്ക് വേണു കയറി ചെന്നു. അത്രമേൽ ദാരിദ്ര്യം ആ വീട്ടിൽ കാണാമായിരുന്നു. അകത്തൊന്നും ആരുമില്ല. വേണു നോക്കുമ്പോൾ അകത്തെ ഭിത്തിയിൽ വെച്ചിരുന്ന ഫോട്ടോസിൽ തന്റെ അച്ഛന്റെയും ഒരു ശ്രീലങ്കൻ യുവതിയുടെയും നടുവിൽ നിൽക്കുന്ന ലീലയെ വേണു നോക്കിക്കണ്ടു. അച്ഛന് അവിടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും അതിലുള്ള മകളാണ് ലീലയെന്നും വേണു ഉറപ്പിച്ചു. ചെറുപ്പം തൊട്ടേയുള്ള വേണുവിന്റെ ഉള്ളിലെ സംശയങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു അത്. വേണു നോക്കി നിൽക്കുമ്പോ ലീലയുടെ മകൻ പുറത്തേക്ക് വന്നു. വേണുവിനോട് വലിയ തോതിൽ ക്ഷോഭിച്ചു. പുറത്തിറങ്ങി പോവാൻ ആജ്ഞാപിച്ചു. അവന്റെ രോഷം കണ്ടതും വേണു പുറത്തേക്കിറങ്ങി പോവാൻ കൂട്ടാക്കുന്നുണ്ട്. പോകുന്നതിനു മുമ്പ് പണ്ട് ലീല കൊടുത്തിരുന്ന മൂങ്ങയുടെ പ്രതിമയെടുത്ത് വേണു പുറത്തുള്ള ടേബിളിന്റെ പുറത്തു വെച്ചു. വേണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തുനിന്നും പ്രായമായ ഒരു സ്ത്രീയുടെ കൈ ആ മൂങ്ങയുടെ കളിപ്പാട്ടം എടുക്കുകയും അത് അത്തരത്തിൽ തന്നെ നോക്കി ഉറപ്പുവരുത്തി തിരിച്ചുവെക്കുകയും ചെയ്തിരുന്നു. ലീല അവിടെ തന്നെയുണ്ട്, തന്നെ കാണാൻ കൂട്ടാക്കാത്തതാണ് എന്ന് വേണുവിന് മനസ്സിലായി. അവിടെ നിന്ന് ആരോടും ഒന്നും മിണ്ടാതെ വേണു തിരിച്ചിറങ്ങി നടന്നു പോന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വേണു തന്റെ ഓർമ്മക്കുറിപ്പിൽ ഡയറിയിൽ എഴുതി. നാട്ടിൽ നിന്ന് വരുത്തിയതും കയ്യിലും ഉണ്ടായിരുന്നതുമായ അത്യാവശ്യം നല്ലൊരു തുക ആഷ്ലിയെ ഏൽപ്പിച്ചിട്ടാണ് മടങ്ങുന്നത്. ലീലയ്ക്ക് കൊടുക്കുവാൻ അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഇനി കുളവാട് തിന്ന് ജീവിക്കേണ്ട അവസ്ഥ ആ പയ്യനുണ്ടാവരുത്. എന്റെ മരണം വരെ അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ലീലയ്ക്കു വേണ്ടി എനിക്ക് അത്രയെങ്കിലുമേ ചെയ്യാൻ കഴിയൂ. ഒരു നെടുവീർപ്പോടെ ഗദ്ഗതത്തോടെ ലീലയെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേണുഗോപാലിന്റെ ദൃശ്യത്തിൽ കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.